എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം പഠനാനുഭവങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മെ കർത്താവ് പിശാചിന്റെ കെണിയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വിളിച്ചത് നമ്മെ തള്ളിക്കളയാനല്ല, പിന്നെ നിത്യപ്രകാശത്തിന്റെ സാക്ഷികളായി ഭൂമിയുടെ വരപ്പിൽ നിലനിൽക്കേണ്ടതിനാണ്. നമ്മുടെ കർത്താവ് ആരാകുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. വേഡ് അല്ലെങ്കിൽ വചനം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹി എന്ന് മാറുകയാണ്, അവൻ എന്നാവുകയാണ്. അപ്പൊ വചനം ജഡമായി തീർന്നാൽ വ്യക്തിത്വമായി തീർന്നതാണ് ക്രിസ്തു. നമ്മുടെ ദൈവത്തെ അത് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം തൃത്വത്തിൽ രണ്ടാമനായ കർത്താവ് ലോകത്തെ വെളിപ്പെട്ടു. 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വചനം, ഈ വചന നിമിത്തമാണ് ലോകത്തിൽ സകലതും ഉളവായത്. ഈ വചനത്തിൽ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ആ വചനം ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തുവാകുന്ന വചനത്തിന്റെ അടുക്കലേക്ക് നാം കടന്നു ചെന്നാൽ, അല്ലെങ്കിൽ വചന പഠനം, കർത്താവുമായുള്ള അടുത്ത ബന്ധം നമുക്ക് അറിവുകൾ വർദ്ധിപ്പിക്കുവാനിടയായി തീരും. ഇവിടെ കർത്താവ് താൻ പറയുന്ന കാര്യം, ഈ ദീനം, മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസറിന്റെ ദീനം എന്ന് പറയുന്നത് അത് മരണത്തിനായിട്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ ഒരു മഹത്വം അവിടെ വെളിപ്പെടണം പുത്രനിലൂടെ. അപ്പൊ കർത്താവുമായി ബന്ധം പുലർത്തുന്ന ഏതൊരു വ്യക്തിയിലും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്, കർത്താവിന് ആ വ്യക്തിയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കത്തക്കവണ്ണം ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കാലാകാലങ്ങളിൽ കർത്താവുമായി അടുത്ത ബന്ധം പുലർത്തിയത്, ബന്ധം ദൈവം നൽകിയത് നമ്മെ ഈ ലോകത്ത് കർത്താവിന്റെ പ്രതിപുരുഷന്മാരായി, അംബാസിഡേഴ്സായി, അല്ലെങ്കിൽ കർത്താവിൻ്റെതാണ് നാം എന്ന് തെളിയിക്കുവാൻ കർത്താവ് നമ്മിലൂടെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. മാർത്തയുടെ മറിയുടെ ഭവനത്തിൽ പ്രവേശനം ലഭിച്ച കർത്താവ് ആ ഭവനത്തിൽ കടന്നു വന്നത്, സുവിശേഷം അറിയിച്ചത്, സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിലനിന്നത്, ആ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്, ആ ഭവനത്തിലുള്ളതുമായി സഹകരിച്ചത്, അവിടെയുള്ള യേശുവിനെ വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് അത്രയും സന്തോഷകരമായ കാര്യമല്ല. അവർ വളരെയധികം എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന തുടർവാചകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇത് കർത്താവിന് പ്രവർത്തിക്കുവാനൊരു സമയമുണ്ട്. 5-ാം വാക്യത്തിലേക്ക് നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ഈ സംഭവങ്ങളെ കുറിച്ച് കർത്താവ് അറിഞ്ഞിട്ടും, മാത്രമല്ല മാർത്തയും മറിയയും കർത്താവ് സ്നേഹിച്ചിട്ടും, ലാസറിനെ, ഈ ദീനമായി കിടക്കുന്ന ലാസറിനെ സ്നേഹിച്ചിട്ടും താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി ഇരുന്നു എന്നാണ്. എന്താണ് താൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ എത്തുവാൻ 2 ദിവസത്തെ യാത്രയെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. കാരണം ആ കർത്താവ് അവിടെ എത്തുമ്പോൾ ലാസർ മരിച്ചു, അടക്കം ചെയ്തു, 4 ദിവസമായി നാറ്റം വെച്ചു എന്നെല്ലാമാണ് കാണുന്നത്. എത്ര ദിവസമാകട്ടെ, കർത്താവ് താൻ ആയിരുന്ന സ്ഥലത്ത് നിന്ന് ലാസറിന്റെ ഭവനം വരെ എത്തുവാനായിട്ട് കർത്താവ് വെയിറ്റ്, താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി ഇരുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം ഉദ്ദേശിക്കുന്ന സമയത്താണ്. സാഹചര്യങ്ങളെയും ആ കാലഘട്ടത്തിലെ നിയമങ്ങളെയും ആ കാലഘട്ടത്തിലെ ചിന്താഗതികളെയും
തിരുത്തി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് കാണുവാൻ കഴിയുന്നത്. നാം ഒരു കാര്യം അറിയണം, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില പ്രവൃത്തികൾ കർത്താവ് ചെയ്തില്ല എങ്കിലും കർത്താവ് ചെയ്യുമ്പോൾ അത് നമ്മെ വീക്ഷിക്കുന്നവർക്കും വലിയ അത്ഭുതമാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കുവാൻ താമസിക്കുന്നു എന്ന് വന്നാലും ദൈവം പ്രവർത്തിക്കുന്നത് ഒരു സമൂല പരിവർത്തനത്തിനാണ്. ദൈവമഹത്വം വളരെ വ്യക്തമായി വെളിപ്പെടുവാൻ വേണ്ടിയാണ്.